അപ്പോൾ ഇന്ന് നമുക്ക് ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള നൈറ്റ് ടൈം റൂട്ടീൻ കണ്ടാലോ. ഞാൻ സ്കിൻ കെയർ ഹെയർ കെയർ ഒക്കെ ചെയ്യുന്നതിന് മുന്നേ നമ്മളെല്ലാവരും ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ് കിച്ചൺ ക്ലീനിങ്. എത്ര പേര് ഇത് എൻജോയ് ചെയ്യുന്ന അറിയില്ല കേട്ടോ. എനിക്ക് കുക്കിങ്ങിനേക്കാളും ഞാൻ എൻജോയ് ചെയ്യുന്നത് ക്ലീനിങ് ആണ് കേട്ടോ. പണ്ട് മുതലേ കൊച്ചിലെ ഞാൻ അമ്മയുടെ കൂടെ അടുക്കളയിൽ നിൽക്കുന്നത് തന്നെ പാത്രം കഴുകാനും തുടയ്ക്കാനും പിടിക്കാനും കിച്ചൺ ക്ലീൻ ചെയ്യാനാണ്. അല്ലാണ്ട് ഞാൻ അങ്ങനെ കുക്കിങ്ങിന് അങ്ങനെ അത്രയ്ക്ക് എനിക്ക് വലിയ താല്പര്യമുള്ള ഒരാളല്ല. നമ്മൾ സർവൈവലിന് വേണ്ടി കുക്ക് ചെയ്യുന്ന ഒരാളാണ് ഞാൻ. എന്നെ പോലുള്ളവർ കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ എൻ്റെ പാത്രം ക്ലീൻ ചെയ്യലും ഒതുക്കലും തുടയ്ക്കലും സ്റ്റൗ ക്ലീൻ ചെയ്യലും വേസ്റ്റ് പറക്കലും എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ എൻ്റെ പേഴ്സണൽ കെയർ റുട്ടീനിലേക്ക് ഞാൻ കിടക്കുന്നത്. അതിൻ്റെ ഫസ്റ്റ് ഭാഗം കൊളാജൻ പൗഡർ കഴിക്കുക എന്നുള്ളതാണ് കേട്ടോ. ഈ ഒരു പ്രൊഡക്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ പല പ്രാവശ്യം കാണിച്ചിട്ടുണ്ട്. കൊളാജൻ പൗഡർ കുടിച്ചതിന് ശേഷം നമുക്ക് നമ്മളുടെ സ്കിൻ കെയർ ആൻഡ് ഹെയർ കെയർ ചെയ്യാം. അതിന് മുന്നേ ഞാൻ ഇന്ന് വൈകുന്നേരം ഒന്ന് കുളിക്കുകയാണ് കേട്ടോ. എല്ലാ ദിവസവും രാത്രി കുളിക്കാറൊന്നുമില്ല. ചില സമയത്ത് എനിക്ക് ഭയങ്കരമായിട്ട് സ്വെറ്റി ആയിട്ട് ഫീൽ ചെയ്യുമ്പോൾ ഞാനത് അങ്ങോട്ട് കുളിക്കും. അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ ഹെയറിൽ അപ്ലൈ ചെയ്യുന്നത് ആൽബ് ഗുഡ്നസിൻ്റെ റോസ്മേരി സ്പ്രേ ആണ് കേട്ടോ. എൻ്റെ സ്ഥിരം റോൾ ഓൺ തീർന്നു പോയി. അതുകൊണ്ടാണ് ഞാൻ ഇത് ഇന്ന് അപ്ലൈ ചെയ്യുന്നത്. അല്ലെങ്കിൽ ഞാനത് കുളിച്ചിട്ടാണ് ഈ സാധനം അപ്ലൈ ചെയ്യാറുള്ളത്. അതിനുശേഷം ഒരു സീറം അപ്ലൈ ചെയ്തു. പിന്നെ ഞാൻ എൻ്റെ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തു. പിന്നെ ലിപ് ബാം അപ്ലൈ ചെയ്തു. ഞാൻ അങ്ങനെ ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടുള്ള സ്കിൻ കെയർ ഒന്നും ഇപ്പോൾ കുറേ നാളായിട്ട് ചെയ്യാറില്ല. മിനിമൽ സ്കിൻ കെയർ ആണ് എനിക്ക് കുറച്ചും കൂടി അടിപൊളിയായിട്ട് തോന്നി കേട്ടോ. അങ്ങനെ മുടിയൊക്കെ കെട്ടിക്കഴിഞ്ഞ് കുറച്ച് വായിക്കാമല്ലോ എന്ന് വിചാരിച്ചപ്പോൾ ദേ വരണം എൻ്റെ പിള്ളേർ. അപ്പോൾ ഗുഡ് നൈറ്റ്.